ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വിഷുദിന ആശംസകൾ. സുഹൃത്തുക്കൾ, നമുക്ക് ഈ ലോകത്ത് നമുക്കറിയാം, ലോകമഹായുദ്ധം 2 കഴിഞ്ഞതിന് ശേഷം ലോകത്ത് യുദ്ധങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനും അഥവാ എവിടെയെങ്കിലും യുദ്ധം ഉണ്ടായാൽ തന്നെ അതിനെ പരിഹാരങ്ങൾ കാണുന്നതിന് വേണ്ടിയെന്നുള്ള ഒരു പർപ്പസ് അല്ലെങ്കിൽ ലക്ഷ്യത്തോടുകൂടിയാണ് UN ഐക്യരാഷ്ട്ര സംഘടന അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസ് സ്ഥാപിതമായതെന്നാണ് നമ്മൾ അക്കാഡമിക്കലായിട്ടും അല്ലാതൊക്കെ നമ്മളെ പഠിപ്പിച്ചതും നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നതൊക്കെ തന്നെ. അപ്പം ലോകത്തിൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധം, റഷ്യ യുക്രൈൻ യുദ്ധം ഉണ്ടായിട്ടും ഈ പറഞ്ഞ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് അത് എന്താണ് പറയുന്നത്, ഒരു സമാധാനം കാണുവാനോ, ഇനി ഐക്യരാഷ്ട്ര സംഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ സെക്യൂരിറ്റി കൗൺസിലാണത്. എന്ന് വെച്ചാൽ 5 പെർമനൻറ്റ് മെമ്പേഴ്സ് അടങ്ങുന്ന സെക്യൂരിറ്റി കൗൺസിലാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബോഡി എന്ന് പറയുന്നത്. അമേരിക്ക, ഫ്രാൻസ്, ബ്രിട്ടൻ, റഷ്യ, ചൈന, ഈ പറഞ്ഞ 5 രാജ്യങ്ങളടങ്ങുന്ന സ്ഥിരാംഗങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ 5 രാജ്യങ്ങളടങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതിൻ്റെ സംവിധാനമാണ് സെക്യൂരിറ്റി കൗൺസിൽ. ആ സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തിലുള്ള മെമ്പേഴ്സായിട്ടുള്ള റഷ്യയാണ് യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ ലോകത്ത് സമാധാനം ഉണ്ടാക്കുവാൻ വേണ്ടി ഉള്ള സംഘടനയ്ക്കകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഹൈറാർക്കിയിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു സിസ്റ്റത്തിന് അതിലുള്ള രാജ്യമാണ് റഷ്യ. മറുഭാഗത്ത് യുക്രൈന് ഈ സെക്യൂരിറ്റി കൗൺസിൽ ഇല്ലെങ്കിൽ തന്നെയും യുക്രൈനെ സപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഈ വെസ്റ്റേൺ രാജ്യങ്ങളാണ്. ചൈന ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ തന്നെ റഷ്യയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തിലൊക്കെയുള്ള വൈരുദ്ധ്യങ്ങൾ ആണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിനകത്തിൽ വൈരുദ്ധ്യങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിലും ഇതുപോലെ തന്നെ യുദ്ധം സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ യുദ്ധം നടന്നു. 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാകാം, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് പരിഹാരം കാണുക എന്നുള്ളത് ഈ പ്രധാനപ്പെട്ടൊരു സംഘടനയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ ഈ ഐക്യരാഷ്ട്ര സംഘടനയിലാണല്ലോ എല്ലാ രാജ്യങ്ങളും പങ്കെടുത്തുകൊണ്ട് യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുകയും സമാധാനത്തിന് വേണ്ടി ശ്രമങ്ങൾ നടത്തുകയും എവിടെയാണല്ലോ സമാധാന ശ്രമങ്ങൾ നടക്കേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിനുപകരം നമ്മളിപ്പോൾ കാണുന്നത് പാകിസ്ഥാനിൽ ആണ് ഈ പറഞ്ഞ സമാധാന ചർച്ചകൾക്ക് വേദി ആയിട്ട് മാറുന്നത്. 1ാമത്തെ റൗണ്ട് കഴിഞ്ഞു, അത് ചർച്ച പരാജയപ്പെട്ടു എന്ന് 2 വിഭാഗങ്ങളും സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ 2ാമത്തെ റൗണ്ട് ചർച്ച ഏകദേശം തുടങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ തുടങ്ങി എന്നൊക്കെയുള്ള വാർത്തകളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നല്ല, ഇതിനകത്ത് പാകിസ്ഥാനെ ഈ പറഞ്ഞ ഈ പീസ് ബ്രോക്കർ ചെയ്യാൻ വേണ്ടിയുള്ള അർജൻസി എന്താണ് ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഗൾഫിലെ ഏതെങ്കിലും രാജ്യത്ത് ഇതിനകത്തിൽ തീർച്ചയായിട്ടും ഇപ്പം മിക്കവാറും ഇതിനൊക്കെ വേദി എടുക്കുന്ന ഖത്തറാണ്. അവിടെ യുദ്ധം നിലനിൽക്കുന്നുണ്ടായിരിക്കാം നമുക്ക് വേണേൽ പറയാം. എന്തായാലും സൗദിയിലൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. സൗദിയിലും UAE-യിലും അല്ലെങ്കിൽ ടർക്കിയിൽ സ്ഥലമുണ്ട്, ഇറാഖിൽ സ്ഥലമുണ്ട്, ഇല്ലേ? തീർച്ചയായിട്ടും ഈജിപ്തുണ്ട്, ജോർദനുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും തിരഞ്ഞെടുക്കാതെ പാകിസ്ഥാൻ എന്തുകൊണ്ട് ഇതിനകത്ത് ഇത്ര വലിയ ശുഷ്കാന്തി അല്ലെങ്കിൽ ആക്രാന്തം, അതായത് ഈ പറഞ്ഞ കാര്യത്തിൽ സമാധാനം, ഇപ്പം നമുക്കറിയാം സമാധാനം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായാലും ഇപ്പോൾ സ്ഥിരമായി മറ്റുള്ളവരോട് വഴക്കിടുകയും മറ്റുള്ളവരുടെ തൊള്ളത്ത് കയറുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തി മറ്റു 2 വ്യക്തികൾ വഴക്കിടാൻ പോകുമ്പോൾ അതിനെ മധ്യസ്ഥത വഹിക്കാൻ പോവുക എന്ന് പറയുന്നത്, അതിനകത്ത് നമ്മൾ കാണുന്നൊരു കോൺട്രാഡിക്ഷൻ അല്ലെങ്കിൽ എന്താണ് ഒരു വൈരുദ്ധ്യം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഈ തൊട്ടടുത്ത ദിവസങ്ങളൊക്കെ തന്നെയാണല്ലോ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ വളരെ എന്താണ് പറയുന്നത്, അഫ്ഗാനിസ്ഥാനോട് യുദ്ധം ഉണ്ടാവുകയും അവിടെ ബോംബിങ് നടത്തുകയും അവിടുത്തെ ഒത്തിരി സിവിലിയൻസിനെ ബോംബിട്ട് കൊല്ലുകയൊക്കെ ചെയ്ത കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള പാകിസ്ഥാനാണ് ഈ പറഞ്ഞ സമാധാന ചർച്ചയ്ക്ക് വേദിയാകുന്നത്, സമാധാനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് പാകിസ്ഥാൻ മുമ്പിലെത്തുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ മണ്ണ്, പാകിസ്ഥാനി സോയിൽ ഇതിനൊരു വേദി ആണെന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്ത് പ്രത്യേകിച്ച് വലിയ റോളുകൾ പാകിസ്ഥാനുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. കാരണം എന്തുവരും യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങൾ വളരെ പവർഫുള്ളാണ്. അമേരിക്ക ഒരു സൈഡിലുണ്ട്, സൗദിയുണ്ട്, മറുഭാഗത്ത് ഇറാനുണ്ട്. ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപക്ഷെ ചൈനയും റഷ്യയൊക്കെ തന്നെ അവരുടെ ബിഹൈൻഡ് ദ സീനിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാനെപ്പോലുള്ള രാജ്യം ഇതിനൊരു വേദിയായി തിരഞ്ഞെടുത്തു എന്നുള്ളത് മാത്രം നമ്മൾ കരുതിയാൽ മതി. അതിനപ്പുറത്ത് പാകിസ്ഥാനത്തിൽ ഡീപ്പായിട്ട് അവരുടെ സ്വന്തമായിട്ടുള്ള താല്പര്യപ്രകാരം അവർ ഇതിനകത്തിൽ ഒരു സമാധാന ചർച്ചയ്ക്ക് തയ്യാറാകുകയാണെങ്കിൽ ഈ പറഞ്ഞ രാജ്യങ്ങൾ പാകിസ്ഥാൻ്റെ നിലപാടിനെ സ്വീകരിക്കുമോ എന്നുള്ള, കാരണം ഇസ്രായേൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഇസ്രായേലും പാകിസ്ഥാനും തമ്മിൽ
ഓപ്പണായിട്ട് ഒഫീഷ്യലായിട്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഒന്നുമില്ല. ഞാനീ പറഞ്ഞത് ശ്രദ്ധിക്കുക, ഓപ്പണായിട്ട് പിന്നെ എന്താണ് പറയുന്നത്, നമുക്ക് ഈ പ്രത്യക്ഷമായിട്ട് പാകിസ്ഥാനും ഇസ്രായേലും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നുമില്ല. പിന്നെ അപ്പോൾ ഇസ്രായേൽ പല പ്രാവശ്യം പറയുന്നുണ്ട് പാകിസ്ഥാനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, പാകിസ്ഥാൻ്റെ പക്ഷം അല്ലെങ്കിൽ പാകിസ്ഥാനെ ഞങ്ങളൊരു മീഡിയേറ്ററായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഡിപ്ലോമസി ഞങ്ങൾക്ക് ആവശ്യമില്ല, ഇതിനകത്ത് ഞങ്ങളത് ഒരു റിലവൻ്റായിട്ട് ഞങ്ങൾ കരുതുന്നില്ലൊക്കെ ഇസ്രായേൽ അതിനെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ മറ്റു രാജ്യങ്ങളൊന്നും പാകിസ്ഥാൻ്റെ റോളിനെ അല്ലെങ്കിൽ പാകിസ്ഥാനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിജക്റ്റ് ചെയ്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാന് നമുക്ക് ഇതൊരു വേദിയാകുക എന്നുള്ളത് ഓക്കെ, ലോകത്തിലെ ഏത് രാജ്യങ്ങളും പിന്നെ എവിടെയും വേദിയായിട്ട് തന്നെ എടുക്കാം. കാരണം തീർച്ചയായിട്ടും പാകിസ്ഥാൻ മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ. ഇതിനകത്തിൽ പങ്കെടുക്കുന്ന ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ടുള്ള അമേരിക്കയും ഇസ്രായേലും, ഇപ്പോൾ ഇസ്രായേലിനോട് വിസമ്മതം കാട്ടുന്നുണ്ടെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെ സമ്മതമില്ലാതെ ഈ യുദ്ധത്തിലെ ഒരു വളരെ ആക്റ്റീവായിട്ടുള്ളൊരു പാർട്ടിസിപ്പൻ്റായിട്ടുള്ള ഇസ്രായേൽ എന്തായാലും തീർച്ചയായിട്ടും സമ്മതിക്കാതെ ഇതിനെ പാകിസ്ഥാൻ ഇതിൻ്റെ വേദിയാകുമെന്ന് നമുക്ക് അങ്ങനെ കരുതാൻ സാധിക്കത്തില്ല. നമുക്ക് ഇപ്പോൾ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന രാജ്യം സ്ട്രോങ് ആയിട്ട് ഇതിനെ റെസിസ്റ്റ് ചെയ്യുകയാണ്. കാരണം ഈ പീസ് ടോക്ക് ഞങ്ങൾ അനുവദിക്കത്തില്ല, അല്ലെങ്കിൽ ഞങ്ങൾ സമ്മതിക്കത്തില്ല അത് പാകിസ്ഥാനിൽ നടക്കുന്നത് എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഇഫക്റ്റ് എന്തായാലും ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും ഇസ്രായേലോട് അതിനുള്ള സമ്മതം ഉണ്ടായിട്ടായിരിക്കും തീർച്ചയായിട്ടും പാകിസ്ഥാനിൽ ഒരു വേദിയായിട്ടെങ്കിലും അല്ലെങ്കിൽ ഒരു പീസ് ബ്രോക്കറായിട്ടെങ്കിലും അല്ലെങ്കിൽ ടോക്ക് ഈ പറഞ്ഞ സമാധാന ട്രൂസ് ചർച്ച നടക്കാൻ വേണ്ടി ഒരു വേദി ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ സൗദി, പിന്നെ മറ്റുള്ള രാജ്യങ്ങളൊക്കെ തന്നെ, ഖത്തർ, അമേരിക്ക, ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ തീർച്ചയായിട്ടും ഒരു കോമൺ ഗ്രൗണ്ട് എന്നുള്ള രീതിയിൽ പാകിസ്ഥാനെ തിരഞ്ഞെടുത്തു. അപ്പോൾ അതിനപ്പുറത്ത് നമുക്ക് ഇതിനകത്തെല്ലാം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് പാകിസ്ഥാൻ, അതായത് പിന്നെ ഈ യുദ്ധം അവസാനിക്കുക എന്നുള്ളത് പാകിസ്ഥാനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത്. കാരണം ഒരു ഡയറക്റ്റ് മിലിറ്ററി കോൺഫ്രണ്ടേഷൻ ഇറാനുമായിട്ട് പാകിസ്ഥാൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഇപ്പോഴത്തെ പാകിസ്ഥാൻ്റെ അവസ്ഥ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് അവരുടെ ഇൻറ്റേർണലായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള വിഷയം. കാരണം ഒരിക്കലും നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റാത്ത, നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഷിയ പോപ്പുലേഷൻ പാകിസ്ഥാനിലുണ്ട്. പിന്നെ മറ്റ് പാകിസ്ഥാൻ്റെ ആഭ്യന്തരമായിട്ടുള്ള വിഷയങ്ങൾ, ബലൂചി വിഷയങ്ങളും മറ്റ് തെഹരിക്ക്, താലിബാൻ, പാകിസ്ഥാൻ, അവരിൽ നിന്ന് പാകിസ്ഥാൻ്റെ ഭരണകൂടം നേരിടുന്ന വിഷയങ്ങൾ എന്നുവെച്ചാൽ ടോട്ടലി അവരുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ആഭ്യന്തരമായിട്ടുള്ള ഒത്തിരി ശിഥിലീകരണ പ്രക്രിയകളിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഒരു ഇറാനുമായിട്ട് ഒരു ഡയറക്റ്റ് മിലിറ്ററി കോൺഫ്രണ്ടേഷൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നില്ല. കാരണം ഇറാനും പാകിസ്ഥാനും തമ്മിൽ ഏകദേശം 900 കിലോമീറ്ററിൻ്റെയോളം ബോർഡറുണ്ട്. അപ്പോൾ അതിൽ യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ തന്നെ അത് രണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അത് നമുക്ക്, ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിലേക്ക് മറ്റുള്ള രാജ്യങ്ങളെ പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കി കൊണ്ടുവന്നാൽ തന്നെയും അത് പെട്ടെന്ന് നിൽക്കുന്ന ഒരു യുദ്ധമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതൊരു ലോങ് ഡ്രോൺ ഔട്ട് വാർ തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ ദീർഘകാലം നിലനിൽക്കുന്ന ഒരു വാർ ഓഫ് അട്രീഷൻ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പെട്ടെന്ന് അത് തുടങ്ങി ഒരു മാസത്തിനുള്ളിൽ ഇതുപോലെ ഒരു മാസം കഴിഞ്ഞ് സമാധാന ചർച്ചകൾ വേറെ എവിടെയെങ്കിലും നടത്തിയിട്ട് പെട്ടെന്ന് നിർത്തുവാൻ സാധ്യതയുള്ള യുദ്ധമായിട്ട് ആയിരിക്കത്തില്ല. ഒരു പക്ഷേ ഇറാനും പാകിസ്ഥാനും തമ്മിൽ ഈ പറഞ്ഞ പശ്ചാത്തലത്തിലൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ, അവർ ഡയറക്റ്റായിട്ടൊരു യുദ്ധം ഉണ്ടാണെങ്കിൽ ഓക്കെ, നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ മിസൈലും ബോംബൊക്കെ ഇട്ടതിന് ശേഷം ചിലപ്പോൾ ഒരാഴ്ചയോ അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇറാനും പാകിസ്ഥാനും തമ്മിലൊരു സമാധാന ചർച്ച ബൈ കൈ കൊടുത്ത് ചിലപ്പോൾ അത് ഒരു വിരാമം ഉണ്ടാക്കാനുള്ള, നമ്മൾ നേരത്തെ കഴിഞ്ഞ വർഷങ്ങളിൽ ഇതുപോലെ ഇറാനും പാകിസ്ഥാനും തമ്മിലൊരു ഷോർട്ട് ഡ്യൂറേഷൻ വാർ ഉണ്ടായിട്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പരം എന്താണ് പറയുന്നത്, അറ്റാക്ക് ചെയ്യുകയും കൗണ്ടർ അറ്റാക്ക് ചെയ്യുകയും ചെയ്തത്. അത് പെട്ടെന്ന് അത് അവസാനിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴത്തെ വാർ അങ്ങനല്ല. ഇത് പാകിസ്ഥാൻ്റെ വാറല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയത്തിനെ ബേസ് ചെയ്തുള്ള വാർ ആയിരിക്കത്തില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ പാകിസ്ഥാൻ ഇറാനുമായിട്ടൊരു മിലിറ്ററി കോൺഫ്രണ്ടേഷനോ ഡയറക്റ്റ് മിലിറ്ററി കോൺഫ്രണ്ടേഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പെട്ടെന്ന് അവസാനിക്കാൻ സാധ്യതയുള്ള യുദ്ധമായിരിക്കത്തില്ല. അങ്ങനെ പെട്ടെന്ന് അവസാനിക്കരുത് ഈ യുദ്ധം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു പക്ഷേ പാകിസ്ഥാനെ ഇന്നതിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാനുള്ള സാധ്യതയെ ഞാൻ കാണുന്നതാണ്. ശരിയായിരിക്കാം, തെറ്റായിരിക്കും, എനിക്കറിയില്ല. കാരണം ഇതിന് നമ്മളിതിൻ്റെ അവരുടെ അൾട്ടിമേറ്റ് അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയാണ്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിനെ പൂർണ്ണമായിട്ടും തകർക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
അപ്പോൾ നമുക്കറിയാം പാകിസ്ഥാനും ഇറാനും ഈവൻ അഫ്ഗാനിസ്ഥാനും ഒക്കെ തന്നെ ചൈനയുടെ ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിന്നെ ജിയോഗ്രഫിക്കൽ പിന്നെ എന്താണ് പറയുന്നത് റീജിയൻസാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ ചൈനയ്ക്ക് ഈ പറഞ്ഞ ഇപ്പോൾ പാകിസ്ഥാനും ഇറാനും തമ്മിൽ ഈ പറഞ്ഞ ഒരു ലോങ് ഡ്രോൺ ഔട്ട് വാറിലേക്ക് പിന്നെ അവരെ ട്രാപ്പ് ചെയ്തിടുകയാണെങ്കിൽ, ഈവൻ പാകിസ്ഥാനെ ട്രാപ്പ് ചെയ്തിടുകയാണെങ്കിൽ ചൈനയുടെ ഈ പറഞ്ഞ BRI എന്ന് പറയുന്ന എൻ്റയർ പ്ലാൻ അല്ലെങ്കിൽ അവരുടെ എൻ്റയർ പ്രോജക്റ്റിനെ പിന്നെ പൂർണ്ണമായിട്ടും അട്ടിമറിക്കുവാൻ സാധ്യതയുണ്ട്. കാരണം ഈ രണ്ട് രാജ്യങ്ങൾ അവരെ സംബന്ധിച്ച് ക്രൂഷ്യലാണ്. അത് ഇറാനായാലും ശരി പാകിസ്ഥാനായാലും ശരി ചൈനയെ സംബന്ധിച്ച് ഈ പറഞ്ഞ അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്. കാരണം അങ്ങനെയുള്ള രണ്ട് രാജ്യങ്ങൾ യുദ്ധത്തിലേർപ്പെട്ട് പിന്നെ ഒരു വാർ ഓഫ് അട്രീഷനിൽ ഏർപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ചൈനയുടെ ആ സാമ്പത്തിക പിന്നെ BRI ആയിരിക്കും. അവരുടെ പാകിസ്ഥാനിലുള്ള CPEC-നെയൊക്കെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ അങ്ങനെ അവർക്കൊരു പക്ഷേ ഇത് പിന്നെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യം തന്നെ സൃഷ്ടിക്കപ്പെട്ടേക്കാം. അപ്പോൾ അതിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ പറഞ്ഞ കളികൾ നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ യുദ്ധത്തിൽ ഏർപ്പെടുക, ഡയറക്റ്റായിട്ട് ഇറാനുമായിട്ടുള്ള കോൺഫ്രണ്ടേഷനിൽ ഏർപ്പെടുക എന്നുള്ളത് അവരെ വ്യക്തിഗത പാകിസ്ഥാനെ സംബന്ധിച്ചും പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ചും അതിലുപരിയായിട്ട് ചൈനയുടെ ഏറ്റവും പിന്നെ അടുത്ത ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു രാജ്യമെന്ന രീതിയിൽ, ചൈനയുടെ ഇൻഫ്ലുവൻസിലുള്ള രാജ്യമെന്ന രീതിയിൽ തീർച്ചയായിട്ടും പാകിസ്ഥാനത്, കാരണം ചൈന ഒരിക്കലും അതിനെ വെൽക്കം ചെയ്യുന്നൊരു കാര്യമില്ല. കാരണം പാകിസ്ഥാനും ഇറാനും തമ്മിലുള്ള യുദ്ധം ചൈനയെ സംബന്ധിച്ച് ഒരിക്കലും അവരെ സംബന്ധിച്ചത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമില്ല. കാരണം അവരുടെ ഈ പറഞ്ഞ എൻ്റയർ ഗെയിം പ്ലാന് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു സംവിധാനം തീർച്ചയായിട്ടും ഈ പറഞ്ഞ റീജിയണൽ കോൺഫ്രണ്ടേഷനിലേക്ക് നയിക്കാനുള്ള എല്ലാ സെറ്റപ്പും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കറിയാം പാകിസ്ഥാൻ കഴിഞ്ഞ വർഷം അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദിയുമായിട്ട് അവർ കഴിഞ്ഞ വർഷം ഒരു മിലിറ്ററി സ്ട്രാറ്റജിക് എഗ്രിമെൻറ്റിൽ അവർ ഏർപ്പെട്ടെന്ന് നമ്മൾ പറഞ്ഞു. പാകിസ്ഥാനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം അവരുടെ തകർന്നടിഞ്ഞിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയെ പിന്നെ എന്താണ് പറയുന്നത് ഈ നിലനിർത്തിക്കൊണ്ട് സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് പോകാമെന്നുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ ലൈഫ് ലൈൻ കൊടുക്കുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ സൗദി, ഖത്തർ, ടർക്കി, ചൈന, ഈവൻ അമേരിക്ക, UAE ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ. ഇപ്പോൾ IMF-ൽ നിന്നൊക്കെ ലോൺ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ഒത്തിരി രീതികളും സംവിധാനങ്ങളും. അപ്പോൾ അതിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെയാണ്. കാരണം ചൈനയുടെ പാകിസ്ഥാൻ്റെ സെൻട്രൽ ബാങ്കിലേക്ക് സൗദിയും അല്ലെങ്കിൽ ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഒരു നിശ്ചിതമായിട്ടുള്ള ബില്യൺസ് ഡോളേഴ്സിൻ്റെ ഡിപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ആ ഫോറിൻ റിസർവ് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ IMF-ൽ നിന്നൊക്കെ തന്നെ ലോൺ കിട്ടത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അവർ പീരിയോഡിക്കലായിട്ട് ചെയ്ത് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നൊരു കാഴ്ചയാണ് നമ്മൾ തന്നെ. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം UAE ഏകദേശം $3.5 ബില്യൺ പാകിസ്ഥാനായിട്ടുള്ളൊരു ലോൺ അവർ പെട്ടെന്ന് തന്നെ അത് തിരിച്ചു വയ്ക്കുകയും പാകിസ്ഥാൻ ഈ ഏപ്രിൽ തന്നെ അത് തിരിച്ചടയ്ക്കുകയും UAE-ക്ക് തിരിച്ചു കൊടുക്കുകയും വേണം. അപ്പോൾ അങ്ങനെ വലിയൊരു ട്രാപ്പിൽ പാകിസ്ഥാനിൽ സാമ്പത്തികമായിട്ട്. പക്ഷേ അവിടെ സൗദിയും ഖത്തറും പെട്ടെന്ന് തന്നെ വന്ന് $5 ബില്യൺ ഉണ്ട്. സൗദി ഏകദേശം പിന്നെ $3 ബില്യൺ അങ്ങനെയാണെന്ന് തോന്നുന്നു. ബാക്കി ഖത്തറും $2 ബില്യൺ അസിസ്റ്റൻസ് ഖത്തറും കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പം പാകിസ്ഥാനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ലൈഫ് ലൈൻ അവർക്ക് സ്ഥിരമായി അവർക്ക് ലഭിക്കാനാണ് ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്ന്. കാരണം പാകിസ്ഥാനെ ഇതുപോലെ നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ തന്നെ ജിയോ പൊളിറ്റിക്കൽ പിന്നെ കളികൾക്ക് വളരെ അത്യാവശ്യമാണ്. കാരണം അവരുടെയൊക്കെ പ്രോക്സിയായിട്ട് നിലനിൽക്കുന്ന രാജ്യമാണ് ഈ പറഞ്ഞ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു സൗദിയുമായിട്ടുള്ള 2025 അവർ സൗദിയുമായിട്ട് ഏർപ്പെട്ട ഈ പറഞ്ഞ ഒരു സ്ട്രാറ്റജിക് മ്യൂച്വൽ ഡിഫൻസ് എഗ്രിമെൻ്റ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ആ എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെയുള്ള വിലയിരുത്തുന്നതിൽ വൺ സൈഡാണ്. വൺ സൈഡ് എന്ന് പറഞ്ഞാൽ അത് സൗദിക്ക് അനുകൂലമായിട്ടുള്ള, കാരണം പാകിസ്ഥാനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സൗദിയാണ് ഒന്നുകൂടെ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യം. ഇപ്പോൾ സൗദിയെക്കാളും മിലിറ്ററിലി പവർഫുള്ളായിട്ടുള്ള രാജ്യമാണ് പാകിസ്ഥാനെങ്കിൽ തന്നെയും മറ്റെല്ലാ രീതിയിലും പിന്നെ പാകിസ്ഥാനെ അപേക്ഷിച്ച് ഒരു ചില പടികൾ മുൻപിൽ നിൽക്കുന്നൊരു രാജ്യമാണ്. കാരണം ഒന്നാമത് റിച്ച് ആയിട്ടുള്ള രാജ്യമാണ്, പിന്നെ ഓയിൽ പിന്നെ എക്സ്പോർട്ടിങ് രാജ്യമായതുകൊണ്ടും പാകിസ്ഥാന് തീർച്ചയായിട്ടും ഈ പറഞ്ഞ എനർജിയുടെ റിക്വയർമെൻറ്റ്സ് ഉള്ളതുകൊണ്ടും ഒക്കെ തന്നെ സൗദി തന്നെയാണ് ഒരു പാകിസ്ഥാനേക്കാളിലും
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീജിയണലി ഇമ്പോർട്ടൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ വെയിറ്റേജ് ഉള്ള രാജ്യം തീർച്ചയായിട്ടും സൗദി തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സൗദിക്ക് പിന്നെ ഈ പാകിസ്ഥാനുമായിട്ട് ഈ ഉള്ള എഗ്രിമെൻറ്റിൽ അത് വൺ സൈഡ് എന്ന് പറയാൻ കാരണം പാകിസ്ഥാൻ അത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഫൈനാൻഷ്യൽ ബാക്കിങ് കിട്ടാൻ വേണ്ടി മാത്രമാണ്. അതിന് അവരൊരു പ്രോക്സിയായിട്ട് തന്നെ, കാരണം അവരുടെ മിലിറ്ററി പേഴ്സണലിനെ സൗദിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ സൗദിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാനും വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് ശരിക്കും പറഞ്ഞത്. തിരിച്ച് പാകിസ്ഥാന് സൗദിയിൽ നിന്ന് കിട്ടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പണം മാത്രമേ കിട്ടത്തുള്ളൂ. തിരിച്ചവർക്ക് സൗദിയിൽ നിന്നും മിലിറ്ററി അസിസ്റ്റൻസോ ഒന്നും തന്നെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അങ്ങനെ കൊടുക്കാനുള്ള റിസോഴ്സ് ഒന്നും സൗദിക്കില്ല. കാരണം സൗദിയുടെ നമുക്കറിയാം, സൗദിയുടെ മിലിറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാം ഒരു എന്താണ് പറയുന്നത്, ഒരു പേപ്പർ ടൈഗർ മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ വെപ്പൺസോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് വെപ്പൺസോ ഒക്കെ തന്നെ മാത്രം അവർ മേടിച്ച്, കാരണം യുദ്ധത്തിൽ ഏർപ്പെടാത്തൊരു രാജ്യമായതുകൊണ്ട് വാർ വർത്തനസോ ഒന്നും ഇല്ലാത്തൊരു രാജ്യവും ഫോഴ്സും ഒക്കെ തന്നെയാണ് സൗദി എന്ന് പറയുന്നത്. പക്ഷേ പാകിസ്ഥാൻ അങ്ങനെയല്ല. പാകിസ്ഥാൻ വളരെ പവർഫുള്ളായിട്ടുള്ള മിലിറ്ററിയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിലൊരു ഫോർമുല ഇക്വേഷൻ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇരു രാജ്യങ്ങൾക്കും ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ചെയ്യുന്നൊരു കാര്യം കൂടാണ് ശരിക്കും പറഞ്ഞത്. കാരണം ഓൾറെഡി 3 ഡയറക്റ്റ് വാർസ് നമ്മൾ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ തന്നെ ഈ പറഞ്ഞ പ്രോക്സി വാറിൽ കൂടെയൊക്കെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ത്യയും പാകിസ്ഥാനും കൊമ്പ് കോർക്കുന്നതോടെ ഈ രണ്ട് രാജ്യങ്ങളുടെ മിലിറ്ററിക്ക് കൂടുതൽ എന്താണ് പറയുന്നത് ഒരു എഡ്ജ് ഉണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് മുസ്ലിം രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പവർഫുള്ളായിട്ടുള്ള എഫിഷ്യൻ്റായിട്ടുള്ള ഒരു മിലിറ്ററി പവറാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. മിലിറ്ററി ഇൻ്റലിജൻസ് പവറാണ് ശരിക്കും പറഞ്ഞത്. പിന്നെ അവർ വെൽത്തി അല്ല, റിച്ച് അല്ല, അത് മറ്റു അവരുടെ കയ്യിലിരിപ്പിൻ്റെ കാരണം കൊണ്ട്, അല്ലെങ്കിൽ പാകിസ്ഥാനെ പോലുള്ള രാജ്യത്തിന് തീർച്ചയായിട്ടും വളരെ ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള രാജ്യമായി മാറാവുന്ന റിസോഴ്സും കപ്പാസിറ്റിയുള്ള രാജ്യമാണ്. ഓക്കെ, അതൊരു എൻ്റെ ഡിഫറൻറ്റ് സബ്ജക്റ്റാണ്. ഇവിടെ പറഞ്ഞാൽ പാകിസ്ഥാനും സൗദിയും തമ്മിലുള്ള ഈ ഒരു അഗ്രിമെൻറ്റിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് മറ്റവരുടെ പ്രോക്സിയായിട്ട് മാത്രം, മറ്റവർക്ക് വേണ്ടി ഒരു നമ്മൾ സബ്സർവിയൻ റോൾ എന്നൊക്കെ പറയുന്നത്, എന്നുവെച്ചാൽ ഒരു അടിമപ്പണി ചെയ്യുക എന്നുള്ളൊരു രീതിയിൽ മാത്രമാണ് പാകിസ്ഥാൻ ഇതിനകത്തുള്ള റോളെന്ന് പറയുന്നത്. എന്നുവെച്ചാൽ സൗദി എപ്പോഴൊക്കെ ആവശ്യപ്പെടുന്നു അപ്പോഴെല്ലാം പാകിസ്ഥാൻ്റെ പട്ടാളമോ അല്ലെങ്കിൽ അവരുടെ യുദ്ധോപകരണങ്ങളും സൗദിക്ക് വേണ്ടി ഉപയോഗിക്കാൻ തയ്യാറാകുക എന്നുള്ളത് മാത്രമാണ്. തിരിച്ച് സൗദി ഇതുപോലെ തന്നെ ഈ പറഞ്ഞ ലോൺ കൊടുത്ത് സഹായിക്കുക അല്ലെങ്കിൽ ചീപ്പായിട്ട് ഓയിൽ കൊടുത്ത് സഹായിക്കുകയും അങ്ങനെ പാകിസ്ഥാൻ്റെ ഈ സർവൈവലിനെ മാത്രം എൻഷുർ ചെയ്യുക എന്നുള്ള ഒറ്റ റെസ്പോൺസിബിലിറ്റി മാത്രമേ ഉള്ളൂ സൗദിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ 2025 എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ട്രീറ്റി കരാറെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒന്നുമല്ല, പുതുതായിട്ടുള്ള 1982 2005 ഒക്കെ തന്നെ ഈ പറഞ്ഞ മിലിറ്ററി എഗ്രിമെൻറ്റ് കോൺഫിഡൻഷ്യലായിട്ടുള്ള സൗദിയും പാകിസ്ഥാനുള്ള മിലിറ്ററി എഗ്രിമെൻറ്റ്. ഈ കോൺഫിഡൻഷ്യൽ എന്ന് പറയുമ്പം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് പോലും ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരമൊന്നുമില്ല. എന്നുവെച്ചാൽ നമ്മുടെ ഇവിടുത്തെ പോലെ ഇപ്പം അത്രയും ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ ഓപ്പൺനെസ് ഒന്നും പാകിസ്ഥാനിലില്ല. അപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല എന്താണ് എഗ്രിമെൻറ്റ്. ഒരു പക്ഷേ അവരെക്കാളെ കൂടുതൽ നമുക്കറിയാമായിരിക്കും. പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ നമുക്കറിയാം, ഇന്ത്യക്കാർക്ക് അറിയാവുന്ന. അറിയാമെന്ന് പറഞ്ഞാൽ ഇത് ഒരു അവരുടെ പാർലമെൻറ്റിൽ ഇത് അവതരിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഡിബേറ്റ്സോ ചർച്ചകളോ അല്ലെങ്കിൽ പരസ്പരമുള്ള ഒരു എന്താണ് പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള, ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഡെമോക്രാറ്റിക്കായിട്ടുള്ളൊരു രാജ്യത്ത് പാകിസ്ഥാനിലും പാർലമെൻറ്റും ഒക്കെ തന്നെ ഉണ്ട്, പൊളിറ്റിക്കൽ സിസ്റ്റം ഒക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും പാർലമെൻറ്റിൽ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അവർ റൂളിംഗ് ഗവൺമെൻറ്, അതായത് ഭരണത്തിലിരിക്കുന്ന ഗവൺമെൻറ് ഇത് പറയുകയും ഇതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തുകയും ഇതിൻ്റെ സുതാര്യത വെളിപ്പെടുത്തുകയൊക്കെ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. പക്ഷേ അവിടെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല പണ്ടും ഇപ്പോഴും. 1952 കേസും 2005 കേസും പിന്നെ 2021 ഒരു ക്രൂഷ്യൽ അമെൻമെൻറ്റ് ഈ പറഞ്ഞ അവരുടെ കോൺഫിഡൻഷ്യൽ ഈ പറഞ്ഞ സൗദിയായിട്ടുള്ള ഒരു തന്ത്രപ്രധാന ഈ കരാറിനകത്തിൽ ഉള്ള അമെൻമെൻറ്റ് 2021 അവർ വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഓബ്ലിഗേഷനെക്കുറിച്ച് മാത്രമേ ഉള്ളൂ. പാകിസ്ഥാൻ അങ്ങോട്ടുള്ള ഓബ്ലിഗേഷൻ ഉള്ളൂ. എന്നുവെച്ചാൽ സൗദി ആവശ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ സൗദിക്കൊരു ആവശ്യം വരുമ്പോൾ പാകിസ്ഥാൻ്റെ സൈന്യം അവിടെ ഉണ്ടാകണം, പാകിസ്ഥാൻ്റെ പട്ടാളം അവർക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തിരിച്ച് സൗദിക്ക് കേടുപാടുകളൊന്നും സംഭവിക്കത്തില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓബ്ലിഗേഷൻ തിരിച്ച് ഇങ്ങോട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പാകിസ്ഥാൻ്റെ ഏകദേശം 10-13,000 മിലിറ്ററി പേഴ്സണൽ എന്ന് വെച്ചാൽ സൈനികർ സൗദിയിൽ എത്തിയിട്ടുണ്ട്. 18ഓളം 16 യുദ്ധവിമാനങ്ങളാണെന്ന് തോന്നുന്നു. 16 യുദ്ധവിമാനങ്ങളാണ് അമേരിക്കയുടെ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്ക അറിയാതെ ഇത് സംഭവിക്കത്തില്ലെന്നുള്ളവർ നമുക്ക് അറിയാം. അമേരിക്കയാണ് ഇതിൻ്റെ കാരണം. ഏത് കാര്യം ഇപ്പം സൗദിയും പാകിസ്ഥാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക അറിയാതോ അമേരിക്കയുടെ എൻഡോഴ്സ്മെൻറ്റ് ഇല്ലാതെ സംഭവിക്കത്തെന്നുള്ള കാര്യം നമ്മൾ ഒരു റോക്കറ്റ് സയൻസ് ഒന്നുമില്ല, നമുക്ക് കോമൺ സെൻസ് മാത്രം മതി. കാരണം ഇവർ തമ്മിലുള്ള ജിയോ പൊളിറ്റിക്കൽ റിലേഷൻഷിപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നുണ്ട് ഇല്ലേ. കാരണം അമേരിക്കയുടെ തട്ടകമാണല്ലോ സൗദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
അപ്പോൾ സൗദിയും പാകിസ്ഥാനായിട്ടൊരു ഇതുപോലുള്ളൊരു പിന്നെ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്ക അറിയാതെ സംഭവിക്കത്തില്ല. അപ്പോൾ അമേരിക്കയുടെ F-16 അവിടെ ഇപ്പോൾ അതായത് പാകിസ്ഥാൻ്റെ പക്കലുള്ള അമേരിക്കയുടെ F-16 ഇപ്പോൾ സൗദിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അവരുടെ കിങ് അബ്ദുൽ അസീസ് എയർ ബേസിൽ ഈ പറഞ്ഞ 13,000-ഓളം സൈനികരും 13,000 എന്ന് പറയുന്നത് ചിലടത്ത് 23,000 എന്ന് പറയുന്നു, ഒരു അഡീഷണൽ 10,000 ഉണ്ടെന്ന് പറയുന്നു, കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷേ പൊതുവേ 13,000 ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഈ സേനാ വിന്യാസം ഇത് ആദ്യമായിട്ടാണ്, ഇത്രയും മാസീവായിട്ടുള്ള സ്കെയിലിൽ ആദ്യമായിട്ടാണ് പാകിസ്ഥാൻ സൗദിയിൽ ഇങ്ങനൊരു സേനാ വിന്യാസം നടക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗദിയുടെ ഈ പറഞ്ഞ സൗദി എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക്, അവരുടെ ഭരണ സോവറിൻ പരമാധികാരത്തിന്, അതുപോലെ തന്നെ ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി, അതുപോലെ തന്നെ അവരുടെ സെക്യൂരിറ്റി, രാജ്യ താല്പര്യത്തിനൊക്കെ എന്തെങ്കിലും ത്രട്ട് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഇങ്ങനൊരു ഒബ്ലിഗേഷൻ ഉണ്ട്. എന്നുവെച്ചാൽ സൗദിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക, സൗദിയെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. തിരിച്ചൊരിക്കലുമില്ല. തിരിച്ച് പാകിസ്ഥാൻ ഏതെല്ലാം രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായാലും സൗദിയുടെ പട്ടാളക്കാർ ഇങ്ങോട്ട് വരികയോ സൗദിയുടെ ആയുധങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരികയോ ഒന്നും ചെയ്യത്തില്ല. സൗദി പൈസ മാത്രം, ദമ്പടി മാത്രം പാകിസ്ഥാന് കൊടുക്കുക, വേണ്ടപ്പോൾ അങ്ങനെ ഒരു ലൈഫ് ലൈൻ മാത്രമേ അത് കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഈ പാകിസ്ഥാന് സൗദിയായിട്ടുള്ള എഗ്രിമെൻറ്റ് ഈ അവരുടെ പബ്ലിക്കിന് പോലും അവിടുത്തെ ജനങ്ങൾക്കൊന്നും ഇതൊന്നും അറിയത്തില്ല, ഇതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നും. കാരണം അത് പാകിസ്ഥാൻ്റെ പാർലമെൻറ്റൊന്നും അവതരിപ്പിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തുള്ള ഈ ട്രാൻസ്പെറൻസിയും ഡെമോക്രാറ്റിക്കായിട്ടുള്ള ഒരു പ്രോസസ്സൊക്കെ ഉണ്ട് എല്ലാ രാജ്യത്തും. പാകിസ്ഥാനിൽ പേരിനെങ്കിലും ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം ഉണ്ടല്ലോ, മീൻസ് ഇലക്റ്റഡ് ഗവൺമെൻറ്റും ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ് ഒക്കെ ഉള്ള രാജ്യമാണല്ലോ പാകിസ്ഥാൻ എന്ന് പറയുന്നത്. മിലിറ്ററിക്കാണ് സുപ്പീരിയോറിറ്റി എങ്കിൽ തന്നെയും, മിലിറ്ററിയാണ് ചരടുകളെല്ലാം വലിക്കുന്നതെങ്കിൽ തന്നെയും പേരിന് നാമമാത്രമായിട്ട് നെയിം സേക്കിനെങ്കിലും അവിടെ പ്രധാനമന്ത്രിയുണ്ട്, പാർലമെൻറ്റുണ്ട്, ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ സൗദിയായിട്ടുള്ള മിലിറ്ററി അഗ്രിമെൻ്റ് കാര്യങ്ങളൊന്നും തന്നെ അവരുടെ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡിബേറ്റുകൾ നടത്തുകയോ, എന്താണ് ഇതിനകത്തുള്ള എഗ്രിമെൻറ്റിനകത്തിൽ പാകിസ്ഥാൻ്റെ റോൾ എന്താണ്, പാകിസ്ഥാൻ്റെ ഒബ്ലിഗേഷൻ എന്താണ്, തിരിച്ച് സൗദിയുടെ ഒബ്ലിഗേഷൻ എന്താണ്, സൗദിയുടെ റോൾ എന്താണ്, ഇതിൻ്റെ ഈ നിറ്റിഗ്രിറ്റി ഒന്നും തന്നെ ചർച്ച ചെയ്യപ്പെട്ടില്ല രാജ്യത്ത്. അതുകൊണ്ട് ആർക്കും ഒന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് സുതാര്യത ഒന്നും കൃത്യമായിട്ട് അറിയത്തില്ല. സുതാര്യത വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഭരണകൂടത്തിലുള്ള ആൾക്കാർ സൗദിയിൽ നിന്ന് കാശ് മേടിച്ചുകൊണ്ട് അവരുടെ പട്ടാളക്കാരെ ഈ എക്സ്പെൻഡബിളായിട്ട് യൂസ് ആൻഡ് ത്രോ അല്ലെങ്കിൽ അതുപോലെ മറ്റവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി എറിഞ്ഞു കൊടുക്കുന്ന ഒരു സംവിധാനം മാത്രമായിട്ട് നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഇറാൻ യുദ്ധത്തിൻ്റെ സൗദി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇറാനിൽ നിന്നും വളരെ ശക്തമായിട്ടുള്ള തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന രാജ്യമായിട്ട് സൗദിയും നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സൗദിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് പാകിസ്ഥാൻ്റെ ഈ പറഞ്ഞ സേനാ വിന്യാസം അവിടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതിനകത്ത് പാകിസ്ഥാൻ ഏത് രീതിയിലുള്ള റോളായിരിക്കും വഹിക്കുന്നത് നമുക്കറിയത്തില്ല. ഒരു പക്ഷേ ഇറാനെയും പാകിസ്ഥാനും തമ്മിൽ ഈ പറഞ്ഞ പോലെ ലോങ് ഡ്രോൺ ഔട്ട് കോൺഫ്ലിക്റ്റിലേക്ക് ഡ്രാഗ് ചെയ്യാനുള്ള പരിപാടിയാണോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. അതാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് പാകിസ്ഥാനെ സംബന്ധിച്ച് വളരെയധികം വില കൊടുക്കേണ്ടി വരും. കാരണം ഷിയ പോപ്പുലേഷൻ്റെ കാര്യം പറഞ്ഞു, 20% കൂടുതലായിട്ടോ അല്ലെങ്കിൽ 20%ഓളം ഷിയ പോപ്പുലേഷൻ ഉണ്ട്. അപ്പോൾ അവർ ഈ പറഞ്ഞ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി പാകിസ്ഥാൻ തയ്യാറെടുക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ്റെ ഉള്ളിലുള്ള ഷിയ പോപ്പുലേഷൻ നിരത്തിലും തെരുവിലിറങ്ങുകയും വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുകയും അത് ഓൾറെഡി പിന്നെ എന്താണ് പറയുന്നത് ഈ ദുർബലപ്പെട്ടിരിക്കുന്ന പാകിസ്ഥാനെ കൂടുതൽ ദുർബലപ്പെടുത്തുവാൻ അത് സഹായകരമാകും എന്നല്ലാതെ മറ്റ് വേറെ ഒരു പിന്നെ പ്രയോജനവും പാകിസ്ഥാന് ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പാകിസ്ഥാൻ ഇപ്പോൾ നമ്മൾ നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞാൽ ഒരു വലിയ ത്രിശങ്കു സ്വർഗത്തിൽ അല്ലെങ്കിൽ ചെകുത്താനും കടലിനും ഇടയ്ക്കെന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പം. കാരണം ഒരിക്കലും പാകിസ്ഥാൻ്റെയും അമേരിക്കയുടെയും സൗദിയുടെയൊക്കെ പ്രഷറിൻ്റെ മുൻപിൽ പാകിസ്ഥാൻ എത്രത്തോളം അതിനെ നാവിഗേറ്റ് ചെയ്ത് മുൻപോട്ട് പോകുവാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് അറിയാം. കാരണം അത് സാധ്യമല്ല. കാരണം അവർക്കിത് ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കാനേ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു പക്ഷേ ഈ ഒരു പീസ് ടോക്ക് ഇപ്പോൾ നടക്കുന്ന പീസ് ടോക്ക് ഒരു പക്ഷേ ഒരു പുകമറയാകാനുള്ള സാധ്യതയും ഉണ്ടാകാം. കാരണം ഇതിൻ്റെ നെക്സ്റ്റ് ഫേസ് വാറിലേക്ക്, കാരണം ഇത്രയും ഇതിനകത്തിൽ ഇപ്പോൾ പാകിസ്ഥാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മിലിറ്ററി ഡിപ്ലോയ്മെൻറ്റ് സൗദിയിൽ നടത്തിയെന്നുള്ളത് വളരെ പ്രസക്തമാണ്. ഇത്രയും മാസീവായിട്ടുള്ള, കാരണം 13,000 മിലിറ്ററി പേഴ്സണൽ എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമൊന്നുമല്ല. അതുപോലെ തന്നെ 10-18 അവരുടെ ഫൈറ്റർ എയർക്രാഫ്റ്റ് സൗദിയിൽ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് അതൊരു പെട്ടെന്ന് എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കത്തില്ല.
അപ്പോൾ അത് വളരെ കെയർഫുള്ളായിട്ട് എന്താണ് പറയുന്നത് ഡിസൈൻ ചെയ്ത ഒരു പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അത് ഇനിയും അതിൻ്റെ വഴിത്തിരിവുകൾ എങ്ങനെയാണെന്ന് നമുക്ക് തൽക്കാലം പറയാൻ സാധിക്കത്തില്ല. ഈ പീസ് ടോക്ക് പ്രോഗ്രസ് ആകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ചും നമുക്കറിയത്തില്ല. ഒരു പക്ഷേ ഇതൊരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയായിരിക്കാം ഇങ്ങനൊരു, കാരണം പാകിസ്ഥാനെ ഈ മീഡിയേറ്ററായിട്ട് ആക്ട് ചെയ്യുമ്പോൾ തന്നെയാണ് ഇതുപോലെ ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിന് തുല്യമാണല്ലോ സൗദിയിലേക്ക് പാകിസ്ഥാൻ്റെ സേനാവിന്യാസം ഇറാനെതിരെ നടത്തുക എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് തീർച്ചയായിട്ടും എത്രത്തോളം അതിനകത്തൊരു സിൻസിയറിറ്റി പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ട്, അല്ലെങ്കിൽ പാകിസ്ഥാനെ ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രാജ്യങ്ങളായിട്ടുള്ള അമേരിക്ക ഇതിനെ എത്രത്തോളം ആണ് ഈ പറഞ്ഞൊരു പീസ് ടോക്കിനെ അവർ ആത്മാർത്ഥമായിട്ട് കാണുന്നതെന്നുള്ളത് നമുക്ക് ഒരുപക്ഷെ വളരെ സംശയദൃഷ്ടിയോടുകൂടി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു ഇഷ്യൂയാണ്. കാരണം ഇതൊരു ഇറാനുമായിട്ടുള്ള ഡയറക്റ്റ് കോൺഫ്ലിക്റ്റ് പാകിസ്ഥാൻ അഫോർഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ യുദ്ധം ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്രായേലിനേക്കാളിലൊക്കെ ഏറ്റവും ഉപരിയായിട്ട് ഈ യുദ്ധം നിന്ന് കാണുക, അല്ലെങ്കിൽ ഈ യുദ്ധത്തിനൊരു വിരാമം ഉണ്ടാകുക എന്നുള്ളത് പാകിസ്ഥാൻ്റെ ആവശ്യമായിട്ടാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. അവർ പീസ് ബ്രോക്കറാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ പറഞ്ഞ രാജ്യങ്ങൾ പാകിസ്ഥാനിലെ ഒരു സമാധാന ചർച്ചയ്ക്കുള്ളൊരു വേദിയായിട്ട് ഇടമായിട്ട് തിരഞ്ഞെടുത്തു എന്ന് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത് സൗദി തന്നെയാണ് ഇത് ഡിക്ലെയർ ചെയ്തത്. കാരണം പാകിസ്ഥാൻ്റെ സേന സൗദിയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് തന്നെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ക്രെഡിബിൾ ന്യൂസാണ് പാകിസ്ഥാൻ്റെ സേന സൗദിയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ പൊതുവേ ഈ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. സൗദിയുടെ പ്രതിരോധ മന്ത്രാലയം എന്ന് പറയുന്ന മിനിസ്ട്രി ഓഫ് ഡിഫൻസ് തന്നെ അവർ പുറത്തുവിട്ട ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ചാണ് നമുക്കിത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അത് അവരുടെ സ്ട്രാറ്റജിക് മ്യൂച്വൽ ഡിഫൻസ് എഗ്രീമെൻ്റ് എന്ന് പറയും, SMDA എന്ന് പറയും, പാകിസ്ഥാനും സൗദിയും തമ്മിൽ. അപ്പോൾ അത് ആക്ടിവേറ്റ് ചെയ്തു എന്നാണ് ഇത് നമുക്ക് വെളിവാക്കി തരുന്നത്. അതിനു മുമ്പ് നമ്മൾ പല പ്രാവശ്യം സംസാരിച്ചാണ് സൗദി ഇത് ഏത് സമയത്തും ആക്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ സൗദി ഇത് ആക്ടിവേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്തിൽ പ്രൈം മൂവർ എന്നുവെച്ചാൽ ഈ സ്ട്രാറ്റജിക് എഗ്രിമെൻറ്റിലെ പ്രൈം മൂവർ എന്ന് പറഞ്ഞാൽ സൗദി ആയിരിക്കുമല്ലോ. പാകിസ്ഥാന് സെക്കൻഡറി റോൾ മാത്രമേ ഉള്ളെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ഈ അടുത്ത സമയത്ത് നടന്ന നമുക്ക് തീർച്ചയായിട്ടും അതിനെ ഒരു ലോ ഇൻറ്റൻസിറ്റി കോൺഫ്ലിക്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അത്യാവശ്യം നല്ല ഒരു യുദ്ധം തന്നെ ആയിരുന്നു. കുറച്ച് ഡ്യൂറേഷൻ കുറവാണെങ്കിൽ തന്നെയും നല്ല കാര്യമായിട്ടുള്ള അറ്റാക്കും കൗണ്ടർ അറ്റാക്കും ഒക്കെ തന്നെ ഇരു ഭാഗത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി എന്നുള്ള ആണ് വസ്തുത. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സൗദി തീർച്ചയായിട്ടും അതിനകത്തിൽ പ്രത്യേകിച്ചൊരു മീഡിയേറ്ററായിട്ടോ അല്ലെങ്കിൽ പീസ് ബ്രോക്കറായിട്ടോ ഒന്നും സൗദി ആക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അഫ്ഗാൻ താലിബാനെ വാൺ ചെയ്യുന്നതായിട്ടൊന്നും നമ്മൾ സൗദിയുടെ ഭാഗത്ത് നമ്മളിതിൽ കാണുകയോ കേൾക്കുകയും ചെയ്തിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ സൗദിയും പാകിസ്ഥാനും തമ്മിലുള്ള മിലിറ്ററി എഗ്രിമെൻറ്റിൽ ഈ സ്ട്രാറ്റജിക് മ്യൂച്വൽ ഡിഫൻസ് എഗ്രിമെൻ്റ് എന്നാണ് പറയുന്നത്. അതിനകത്തിൽ തീർച്ചയായിട്ടും സൗദിയെ ഏത് രീതിയിലും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് പാകിസ്ഥാൻ്റെ ഒരു ഒബ്ലിഗേഷൻ മാത്രമായിട്ടായിരിക്കാം ഈ പറഞ്ഞ എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് സൗദിക്ക് ഏതെല്ലാം സമയത്ത് എപ്പോഴെല്ലാം ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അന്നേരം പാകിസ്ഥാൻ അവിടെ സന്നിഹിതമായിരിക്കണം, പ്രസൻ്റ് ആയിരിക്കണം, അവരുടെ സേനാവിന്യാസം നടത്തിക്കൊണ്ട് സൗദിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി. അതിനുള്ള കമ്മീഷൻ അല്ലെങ്കിൽ അതിനുള്ള റെൻ്റ് സൗദി ഈ പറഞ്ഞ സാമ്പത്തിക സഹായം എന്ന രീതിയിൽ പാകിസ്ഥാനെ കൊടുത്തുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ പാകിസ്ഥാനെ നൽകിക്കൊണ്ടിരിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ശരിക്കുള്ളൊരു ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ യുദ്ധം ഇറാനും പാകിസ്ഥാനും തമ്മിൽ, കാരണം ഇതൊരു ഞാൻ പറഞ്ഞില്ല, ഈ ഒരു യുദ്ധം വളരെ ഡിസിസീവാണ്. നമ്മളിതിനും പുറമോട്ടുള്ള യുദ്ധങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഇറാഖ് വാർ മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളായിരുന്നു. അതായത് ഇറാഖ് യുദ്ധം കഴിഞ്ഞ് മറ്റൊരു യുദ്ധം മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിന് നെക്സ്റ്റ് സ്റ്റേജിലുള്ള യുദ്ധങ്ങളൊക്കെ തന്നെ ഉണ്ടാകാൻ ശേഷം ഇറാഖ്, ലിബിയ, ലെബനൻ, ഈ പറഞ്ഞ യമൻ, സുഡാൻ, സിറിയ കഴിഞ്ഞ അടുത്ത നെക്സ്റ്റ് വാർ തിയേറ്റർ ഇറാനുമായിട്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ലാതെ, പക്ഷേ എപ്പോഴെന്നുള്ള കാര്യത്തിൽ അത് ഈ ഒബാമയുടെ സമയത്തും ട്രംപിൻ്റെ ആദ്യത്തെ പ്രസിഡൻഷ്യൽ ടേമിലും ജോ ബൈഡൻ്റെ സമയത്തുമൊക്കെ തന്നെ ഈ പറഞ്ഞ
പ്രസിഡൻസിനൊക്കെ തന്നെ വളരെ ശക്തമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. ഇസ്രായേലിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ നിയന്ത്രിക്കുന്ന പവേഴ്സിന്, ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ കാര്യമല്ല പറയുന്നത്, അമേരിക്കയും ബ്രിട്ടനും ഒക്കെ കേന്ദ്രീകൃതമായിട്ടുള്ള ഇസ്രായേലിനെ നിയന്ത്രിക്കുന്ന ആ ശക്തികളുടെ സമ്മർദ്ദങ്ങൾ ശക്തമായിട്ടുണ്ടായിരുന്നിട്ടും പക്ഷേ അവരതിന് തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന് ഈ പറഞ്ഞൊരു ടേമിൽ ആ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ സാധിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ യുദ്ധം ഇറാനുമായിട്ട് പുറപ്പെട്ടതും. ഇതൊരു ഡിസിസീവ് യുദ്ധമാണ്. ഇതിനകത്ത് കൃത്യമായിട്ടുള്ളൊരു എന്താണ് പറയുന്നത്, ഒരു കൺക്ലൂഷൻ ഇല്ലാതെ ഈ യുദ്ധത്തിന് വിരാമം ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ ഇപ്പോഴത്തെ പീസ് ടോക്ക് നമുക്ക് എത്രത്തോളം യുദ്ധം അവസാനിക്കട്ടെ, സമാധാനം ഉണ്ടാകട്ടെ, യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് നമ്മളുടെ ആഗ്രഹം. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നതല്ല യുദ്ധം നടക്കുന്നതും യുദ്ധം മുന്നോട്ട് പോകുന്നതും അത് അവസാനിക്കുന്നതും നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങളുടെ കൈകളിലൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനകത്തുള്ളൊരു ഡിസിസീവായിട്ടുള്ളൊരു കൺക്ലൂഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഇടത്തിലേക്ക് ഇതുവരെ യുദ്ധം അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ കാരണങ്ങൾ ഇതുവരെ കൊണ്ടെത്തിക്കാത്തതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇതിനകത്തുള്ളൊരു ഓപ്റ്റിമിസം ഇതുവരെ സാധ്യമല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഒരു പക്ഷേ നെക്സ്റ്റ് ഈ പീസ് ടോക്ക് പരാജയപ്പെട്ടു. അപ്പം തീർച്ചയായിട്ടും ഈ ഏതെങ്കിലും രീതിയിൽ ഈ അറ്റാക്കുകൾ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ ഇറാൻ തീർച്ചയായിട്ടും സൗദിയെ അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങളെ തിരിച്ചാക്രമിക്കുമ്പോൾ ഒരുപക്ഷെ പാകിസ്ഥാൻ്റെ ഈ മിലിറ്ററി അസറ്റിനെയൊക്കെ ആക്രമിക്കാനുള്ള സാധ്യത. അപ്പോൾ പാകിസ്ഥാൻ പറയും ഞങ്ങളെ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാൻ വേണമെങ്കിൽ ഡയറക്റ്റ് ഇറാനായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടാം. അതൊരു പക്ഷേ ഇറാൻ പാകിസ്ഥാൻ ബോർഡറിലായിരിക്കാൻ ആണ് ഏറ്റവും കൂടുതൽ സാധ്യത. അങ്ങനെ ഒരു വാർ ട്രിഗർ ചെയ്യാനുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും ഒരു പക്ഷേ പാകിസ്ഥാനെ ഇതിലേക്ക് ഡ്രാഗ് ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്ക് ഇപ്പോൾ ഇമാജിൻ ചെയ്യാവുന്നൊരു കാര്യം. അത് കാത്തിരുന്ന് നമുക്ക് കാണാം. തൽക്കാലം പറഞ്ഞാൽ ഇത്രയും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ടോപ്പിക്ക് വേണ്ട അടുത്ത വീഡിയോ.